Welcome students. നമ്മൾ ഇന്ന് പഠിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സർക്കുലർ കോയിൽ ക്യാരിങ് കറണ്ട്. ഒരു സർക്കുലർ കോയിലാണ് നമുക്ക് ഉള്ളത് കറണ്ട് ക്യാരി ചെയ്യുന്നത്. നമ്മൾ ബയോട്ട്-സവാർട്സ് ലോ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ പഠിച്ചത് ഓർക്കുന്നുണ്ടാവും. ബയോട്ട്-സവാർട്സ് ലോയിൽ നമ്മൾ ഒരു സ്ട്രെയിറ്റ് വയറിൽ കൂടി കറണ്ട് കടന്നു പോകുന്നു. ഒരു DL എലമെന്റ് അതിൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ I കറണ്ട് കടന്നു പോകുമ്പോൾ R അകലത്തിൽ ഒരു പോയിന്റ് P എടുത്തു കഴിഞ്ഞാൽ ബയോട്ട്-സവാർട്സ് ലോ വെച്ച് അതിന്റെ എക്സ്പ്രഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്തായിരുന്നു? dB is equal to mu0/4 pi IDL sin theta by r square എന്ന് പഠിച്ചിരുന്നു. ആ എക്സ്പ്രഷൻ നമുക്ക് ഉപയോഗിച്ചിട്ട് വേണം ഇതിന്റെ ഡെറിവേഷൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഡെറിവേഷനായിട്ട് വളരെ കുറച്ച് തവണ ചോദിച്ചിട്ടുണ്ട്. ഫൈനൽ എക്സ്പ്രഷൻ എഴുതാൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സർക്കുലർ കോയിൽ ക്യാരിങ് കറണ്ട്. സർക്കുലർ കോയിൽ, നമുക്കൊരു സർക്കുലർ കോയിൽ ഉണ്ടെങ്കിൽ ഇതിലൂടെ കറണ്ട് കടന്നു പോകുന്ന കേസാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ എന്തുണ്ടാവും? ഫീൽഡ് ഉണ്ടാവും. ഈ സർക്കുലർ കോയിലിനെ, കറണ്ട് കടന്നു പോകുന്ന ഈ സർക്കുലർ കോയിലിനെ ഞാൻ വരച്ചിരിക്കുമ്പം ബോർഡിൽ നിങ്ങൾക്ക് കാണാം. വരച്ചിരിക്കുന്ന ഫിഗറിൽ നിങ്ങൾക്ക് എലിപ്റ്റിക്കൽ ഷേപ്പ് തോന്നുന്നുണ്ടാവും. അതിന് കാരണം ഇങ്ങനെ ഇരിക്കുന്ന സർക്കുലർ കോയിലിനെ നമ്മൾ ഈ വ്യൂവിലാണ് കാണുന്നത്. അതുകൊണ്ടാണ് അത് എലിപ്സ് പോലെ വരച്ചിരിക്കുന്നത്. 2 ഡയമെൻഷണൽ ഫിഗർ വരയ്ക്കുമ്പോൾ ഉള്ള ലിമിറ്റേഷനാണ്. അപ്പൊ ഈ സർക്കുലർ കോയിലില് എന്തൊക്കെയാ പ്രത്യേകത നോക്കിക്കേ. ഈ സർക്കുലർ കോയിലിന്റെ റേഡിയസ്, സാധാരണ എവിടെയും നമ്മൾ റേഡിയസ് R എന്ന ലെറ്റർ ഉപയോഗിക്കുന്നത്. ഇവിടെ പ്രത്യേകം ഓർക്കുക, സർക്കുലർ കോയിലിന്റെ റേഡിയസ് നമ്മൾ എന്താ എടുത്തിരിക്കുന്നത്? സ്മോൾ ലെറ്റർ A. ആ സർക്കുലർ കോയിലൂടെ കടന്നു പോകുന്ന ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കടന്നു പോകുന്ന കറണ്ട്. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ. ക്ലോക്ക് വൈസ് ഏതാണ്? ക്ലോക്കിൽ നോക്കി അറിയാം. ക്ലോക്ക് ഏതാണ്? ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പൊ തിരിച്ചുള്ളതിനെയാണ് എന്ത് പറയണേ? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ ഇതിലൂടെ കറണ്ട് കടന്നു പോകുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഞാൻ കാണിക്കാം. ഇതാണ് കറണ്ട് I പോകുന്നത്. റേഡിയസ് A ഉള്ള സർക്കുലർ കോയിൽ, അതിന്റെ ആക്സിസിൽ കൂടി ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പോയിന്റ് P കൺസിഡർ ചെയ്യാണ്. P എന്ന് പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് കാണാമല്ലോ. എത്ര അകലത്തിലാണ് സെന്റർ ചെയ്യുന്നത്? X അകലത്തിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോ 2 ലെറ്റേഴ്സ് ഞാൻ പറഞ്ഞു. A എന്താ? റേഡിയസ് ഓഫ് ദ കോയിൽ. X എന്താ? സെന്റർ. ഇത് സെന്റർ O എന്ന് വിളിക്കുകയാണെങ്കിൽ സെന്റർ Oയിൽ നിന്ന് ആക്സസിലൂടെയുള്ള P വരെയുള്ള അകലമാണ് X എന്ന് എടുത്തിരിക്കുന്നത്. ഇത് കൂടാണ്ട് കറണ്ട് I ഉണ്ട്. അപ്പൊ P എന്ന് പറയുന്ന പോയിന്റിലെ ഫീൽഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ടോട്ടൽ സർക്കുലർ കോയിലിൽ അത് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ഈ സർക്കുലർ കോയിലിനെ ചെറിയ ചെറിയ എലമെന്റ്സ് ആക്കി ഡിവൈഡ് ചെയ്യും. ചെറിയ എലമെന്റ്സ് ആക്കി ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ഒരു എലമെന്റ് ആണ് ഈ C എന്ന് പറയുന്ന പോയിന്റ്. ഇവിടെയാണ് C എന്ന് പറയുന്ന പോയിന്റിൽ കൺസിഡർ ചെയ്തേക്കുന്ന DL എന്ന എലമെന്റ്. ഒരു ചെറിയ എലമെന്റ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു സർക്കുലർ കോയിൽ ആണെങ്കിൽ ഇത് അതിന്റെ ഡയമീറ്റർ ആണല്ലോ. ഈ ഡയമീറ്ററിന്റെ ഇവിടെയുള്ള പോയിന്റ് ആണ് ഈ DL. ഇതിന്റെ താഴെയുള്ള അതേപോലെ ഡയമീറ്ററിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് D മാർക്ക് ചെയ്തേക്കുന്നത്. അവിടെയുള്ള എലമെന്റ് വേറൊരു DL. രണ്ടും ഒരേപോലത്തെ എടുത്തിരിക്കുന്നത് ഡയമീറ്ററിക്കലി ഓപ്പോസിറ്റ് പോയിന്റ്സ് ആണ് ഈ C യും D യും. ഇത് ഇങ്ങനെ തന്നെ എടുക്കണം എന്ന് ഒരു നിർബന്ധമില്ല. ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുക്കാം. എല്ലാ ഡയമീറ്റേഴ്സിനും ഓപ്പോസിറ്റ് ആയിട്ട് 2 പോയിന്റ്സിന് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അങ്ങനെ 2 പോയിന്റ്സ്, ഏതെങ്കിലും 2 പോയിന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. C യും D യും. C ആൻഡ് D. ഇവിടെയുള്ള എലമെന്റ് DL. ഈ DL എന്ന് പറയുന്ന എലമെന്റ് ഇന്ന് P വരെയുള്ള അകലമാണ് എന്തായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്? R എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. R അകലത്തിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോ 3 ഡിസ്റ്റൻസിന്റെ ലെറ്റേഴ്സ് ഇവിടെ ഉണ്ട്. തമ്മിൽ കൺഫ്യൂഷൻ വരരുത്. A എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ A എന്ന് പറഞ്ഞാൽ എന്താ? റേഡിയസ് ഓഫ് ദ സർക്കിൾ അല്ലെങ്കിൽ സർക്കുലർ കോയിൽ. പിന്നെ X എന്താ? ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ടിൽ ദ പോയിന്റ് P. പിന്നെ R എന്താണ്? നമ്മൾ എടുത്ത് കൺസിഡർ ചെയ്ത എലമെന്റിന് P വരെയുള്ള അകലമാണ് R എന്ന് പറഞ്ഞെടുത്തിരിക്കുന്നത്. ഇപ്പൊ എന്ത് ചെയ്യേണ്ടത്? നമുക്ക് dB കണ്ടുപിടിക്കണം. ബയോട്ട്-സവാർട്സ് ലോ ഉപയോഗിച്ചിട്ടാണ് dB കണ്ടുപിടിക്കുന്നത്. ബയോട്ട്-സവാർട്സ് ലോ ഉപയോഗിച്ചിട്ട് dBന്റെ ഇക്വേഷൻ എഴുതിയിരിക്കണം. mu0/4 pi IDL sin theta by r square എന്നാണ്. ആ തീറ്റ എന്തായിരുന്നു? അത് ആ ബയോട്ട്-സവാർട്സ് ലോ പഠിച്ചപ്പം അതൊന്ന് റിഫ്രഷ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസും DL എന്ന് പറയുന്ന കറണ്ട് എലമെന്റും തമ്മിൽ ഉള്ള ആംഗിൾ ആയിരുന്നു. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഇപ്പൊ പടം വരച്ചിരിക്കുന്ന അനുസരിച്ച് ഇതാ ഇങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്. ഇത് സർക്കുലർ കോയിലായിട്ടും ഈ ലൈൻ എന്ന് പറയുന്നത് DL നിന്ന് P വരെയുള്ള അകലമായിട്ടാണ് കാണുന്നത്. ഇതിനെ ഞാൻ ഇങ്ങനെ നിങ്ങളെ കാണിക്കുവാണ്. ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ പറയൂ, ഈ ആംഗിൾ എത്രയാ?
ഇത് ഡി എൽ എലമെന്റ്, ഇത് ആ ലൈൻ. അതിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇരിക്കുന്ന പടത്തെ നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കാണുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പൊ ഈ ആംഗിൾ നോക്കിക്കേ 90 അല്ലേ. അപ്പൊ ബയോസവാർട്സ് ലോയ്ക്കകത്തെ ഇക്വേഷനകത്ത് ആ തീറ്റയുടെ സ്ഥാനത്ത് നമുക്ക് ഇവിടെ എന്താ വരിക, 90 എന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ sin 90 എഴുതിയിരിക്കുന്നത്. sin 90യുടെ വാല്യൂ 1 ആണ്. അപ്പൊ നമുക്ക് എന്താ എക്സ്പ്രഷൻ കിട്ടും, dB is equal to μ0/4π IDL/r² കിട്ടും. ഇത് dBന്റെ എക്സ്പ്രഷൻ. ആ dBയുടെ മാഗ്നിറ്റ്യൂഡ് എഴുതിയേക്കണം. dBയുടെ ഡയറക്ഷൻ നിങ്ങൾ കണ്ടതാ ഇങ്ങനെ. ഈ dBയുടെ ഡയറക്ഷൻ എങ്ങനെ കിട്ടിയേ, ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആ dB എടുക്കുക. ഇതല്ലേ ലൈന്, ഈ ലൈനിനും ഡി എല്ലിന്റെ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഈ പെൻസിൽ ഇരിക്കുന്ന പ്ലെയിനാണ്. ഈ റെഡ് പെൻ ഇരിക്കുന്ന പ്ലെയിനിലാണ് ഡി ബി വരിക, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട്. അതായത് ഇതിനിടയ്ക്കുള്ള ആംഗിൾ 90 ആണ്, ഇത് 90 ആണ്. അപ്പൊ ഡി ബിയുടെ ഡയറക്ഷൻ കണ്ടല്ലോ. ഇനി ഇൻട്രൊഡക്ഷനിൽ തന്നെ തരുന്നുണ്ട് ഇവിടെ തീറ്റ ഇത് തീറ്റയാണെന്ന്. ഇത് തീറ്റയാണെങ്കിൽ ഇത് എന്താകും, 90 - തീറ്റ, കാരണം ഇത് ഫുള്ള് 90 ആണ്. ഇനി ഈ ലൈനും കൂടി 90 ആണ്. അപ്പൊ ഇത് ഓൾറെഡി ഇപ്പൊ നമ്മൾ പറഞ്ഞു 90 - തീറ്റയാണ്. ഇത് 90 - തീറ്റയാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതിനും ഇടയ്ക്ക് 90 ആണെങ്കിൽ ഇത് തീറ്റ ആയല്ലേ പറ്റൂ. അതേപോലെയാണ് ഇത് തീറ്റ ആയതുകൊണ്ട് ഇവിടെയും തീറ്റയാണ്. ഓക്കെ, ഇവിടുത്തെ അതേപോലെയാണ് താഴെയും വരിക. അപ്പൊ ഇത് തീറ്റയായി. ഓക്കെ, ഇനി ഇപ്പൊ നോക്കിക്കേ, ഡി ബി എന്ന് പറയുന്ന ഈ വെക്റ്റർ 2 കമ്പോണൻസ് ആയി മാറുകയാണ്. നമ്മൾ റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് ലാസ്റ്റ് ഇയർ പഠിച്ചതാണ്. ഡി ബി കോസ് തീറ്റയും ഡി ബി സൈൻ തീറ്റയും ആകും. ഏതാണ് ഡി ബി കോസ് തീറ്റ ആകുന്നത്, ആംഗിൾ ക്ലോസ് ഇസ് കോസ്. അപ്പൊ ഡി ബി ക്ലോസ് ആയത്, തീറ്റയ്ക്ക് ക്ലോസ് ആയത് ഈ വെർട്ടിക്കൽ കമ്പോണന്റ്, അതുകൊണ്ട് ഇത് ഡി ബി കോസ് തീറ്റ. മറ്റേ സംഭവം ഡി ബി സൈൻ തീറ്റ ആകും. അപ്പൊ ഡി ബിയുടെ എക്സ്പ്രഷൻ എഴുതി, ഡി ബിയുടെ ഡയറക്ഷൻ കണ്ടു, അത് തീറ്റ ആംഗിൾ വെർട്ടിക്കൽ ഡയറക്ഷൻ ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് അതിനെ 2ആയിട്ട് റിസോൾവ് ചെയ്തു. ഇനി നമുക്ക് അടുത്തതിലേക്ക് വരാം. എന്ത്, ഡി എന്ന് പറയുന്ന പോയിന്റിൽ ഇതേപോലെ ഒരു എലമെന്റ് ഉണ്ട് ഡി എൽ. അതും ഇതേപോലെ 6 അകലത്തിലാണ്. പോയിന്റ് പി യിൽ നിന്ന് 6 അകലത്തിൽ തന്നെയാണ്. അപ്പൊ വീണ്ടും ഡി ബി ഡാഷ് എന്ന് തന്നെ വിളിക്കാം നമുക്ക്. കാരണം മോളത്തേന് നമ്മൾ ഡി ബി എന്ന് വിളിച്ചത് കൊണ്ട് ഇതിന് ഡി ബി ഡാഷിന് പേര് കൊടുത്തുന്നുള്ളൂ. ആക്ച്വലി അവർ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. അത് നമുക്ക് എഴുതുമ്പോൾ മനസ്സിലാവും. ഡി ബി ഡാഷിന്റെ എക്സ്പ്രഷൻ എഴുതി നോക്കിയാൽ എങ്ങനെ വരും, μ0/4π IDL. ഇതിനൊന്നും മാറ്റില്ലല്ലോ, /r². ഇൻറ്റു നേരത്തെ പറഞ്ഞ പോലെ sin 90 വരും. അത് 1 ആയതുകൊണ്ട് എഴുതുന്നില്ല. അപ്പൊ നോക്കിയേ, ഡി ബിയും ഡി ബി ഡാഷ് നോക്കിയേ, രണ്ടും തുല്യല്ലേ, സെയിം ആയിട്ടാ വരിക. മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഡയറക്ഷൻ വ്യത്യാസമുണ്ട്. ഡയറക്ഷൻ ഡി ബി ഇങ്ങോട്ടും ഡി ബി ഡാഷ് താഴേക്കുമാണ്. അപ്പോ മാഗ്നിറ്റ്യൂഡ് സെയിം ആണെന്ന് മനസ്സിലായല്ലോ. ഇനി ഡയറക്ഷൻ വെച്ചിട്ട് ഇയാളെ 2 കമ്പോണൻസ് ആക്കി റിസോൾവ് ചെയ്ത പോലെ തന്നെ ഡി ബി ഡാഷിനെ 2 കമ്പോണൻസ് ആക്കി റിസോൾവ് ചെയ്തു. ഏതൊക്കെയാ, ഡി ബി ഡാഷ് സൈൻ തീറ്റ അലോങ് ഹൊറിസോണ്ടൽ, ഡി ബി ഡാഷ് കോസ് തീറ്റ അലോങ് വേർട്ടിക്കൽ. അങ്ങനെ വെക്കുമ്പോ ഇപ്പൊ 4 കമ്പോണൻസ് ഉണ്ട് നമുക്ക് എല്ലാം കൂടി വേണ്ട. നമുക്ക് കമ്പോണൻസ് എങ്ങനെയാ അനലൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇത് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഒരു ഡെറിവേഷനോട് സിമിലാരിറ്റി ഉണ്ട്. ഇക്വറ്റോറിയൽ ലൈൻ, ഡൈപോളിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി പോയിന്റ് ലൈസ് ഓൺ ഇക്വറ്റോറിയൽ ലൈൻ എടുത്തപ്പോൾ ഉള്ള ഒരു റെസൊല്യൂഷന് സിമിലർ ആണിത്. നോക്കിക്കേ, ഡി ബി കോസ് തീറ്റയും ഡി ബി ഡാഷ് കോസ് തീറ്റയും ഒരേ മാഗ്നിറ്റ്യൂഡ് ഉള്ള ആൾക്കാരല്ലേ. തീറ്റ സെയിം ആണ്, ഡി ബി ഡാഷും സെയിം ആണ്. അപ്പൊ ഒരേ ഫോഴ്സ് ഒരു പോയിന്റിൽ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഒരേ പോയിന്റിൽ ആക്ട് ചെയ്താൽ എന്ത് ചെയ്യപ്പെടും, ക്യാൻസൽ ആയി പോകും. അപ്പോ ഡി ബി കോസ് തീറ്റയും ഡി ബി ഡാഷ് കോസ് തീറ്റയും ക്യാൻസൽ ആവും. പക്ഷെ ഇവിടെയോ അത് ക്യാൻസൽ ആവില്ലല്ലോ, കാരണം രണ്ടുപേരും ഒരേ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത്. ഡി ബി സൈൻ തീറ്റയും ഡി ബി ഡാഷ് സൈൻ തീറ്റയും ഒരേ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അത് രണ്ടും കൂടി സമ്മ് വരും. അപ്പോ നമ്മളിപ്പോ ഈ സർക്കുലർ കോയിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ഇവിടെയും ഉള്ള എലമെന്റ് മാത്രം എടുത്തിട്ടാണ് നമുക്കിപ്പോ 2 ടേംസ് കിട്ടിയത്. ഇത് മാത്രമല്ലല്ലോ ഇതിന്റെ ഡയമീറ്റർ. ഇതൊരു ഡയമീറ്റർ ആണ്, ഇതൊരു ഡയമീറ്റർ ആണ്, ഇതൊരു ഡയമീറ്റർ. ഇങ്ങനെ നിരവധി ഡയമീറ്റേഴ്സ് നമുക്ക് കാണാം. അപ്പൊ അതിനൊക്കെ അപ്പുറവും നമുക്ക് 2 എലമെന്റ്സിനെയും കണ്ടെത്താൻ പറ്റും. അപ്പൊ എന്തോരം ടേംസ് ഉണ്ടാവും നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ എങ്ങനെ എഴുതും, ടോട്ടൽ ഫീൽഡിനെ എക്സ്പ്രഷൻ എങ്ങനെ എഴുതും എന്ന് നോക്കിയാൽ, ടോട്ടൽ ഫീൽഡ് ഇപ്പൊ ഡി ബി എഴുതി, ഡി ബി ഡാഷ് എഴുതി. ടോട്ടൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ, ബി ഈസ് ഈക്വൽ ടു സിഗ്മ ഡി ബി സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ, ഇവിടുത്തേതും ഡി ബി സൈൻ തീറ്റയാണ്, ഇവിടുത്തേതും ഡി ബി ഡാഷ് എന്ന് പറഞ്ഞാൽ ഡി ബി തന്നെയാണല്ലോ, ഡി ബി സൈൻ തീറ്റയാണ്. ഇപ്പൊ 2 പേരെ എടുത്തപ്പോ 2 ഡി ബി സൈൻ തീറ്റ വന്നെങ്കിൽ, ഇതുപോലത്തെ എത്ര എണ്ണം ഉണ്ടോ ഈ സർക്കുലർ കോയിൽ അത്രയും ഡി ബി സൈൻ തീറ്റ എന്നുള്ളത് വെച്ചിട്ടാണ് സിഗ്മ, സമ്മേഷൻ ആണ്,
സം ഓഫ് ഓൾ dB sin theta's. അതാണ് സിഗ്മ dB sin theta എന്ന് പറഞ്ഞേക്കുന്നത്. dBന്റെ വാല്യൂ ഇട്ട് കൊടുക്കുകയാണ്. dBയുടെ വാല്യൂ എത്രയാണ്? μ0/4π IDL by r square. sin 90 പോയി IDL by r square ആണ്. ആ dBന്റെ വാല്യൂ ഇട്ട് കൊടുത്തു. ഇനി sin theta. sin theta ദാ എവിടുന്ന് കിട്ടും? OCP. ട്രയാങ്കിൾ കണ്ടല്ലോ, ട്രയാങ്കിൾ OCP. അതിൽ നിന്ന് sin theta പറഞ്ഞു. sin theta is equal to opposite side A by hypotenuse R. അപ്പൊ sin theta യുടെ വാല്യൂ എന്താ? A by R. sin theta യുടെ വാല്യൂ ഇട്ട് കൊടുക്കുന്നു A by R എന്ന്. അപ്പൊ താഴെ നോക്കിയാൽ ഇവിടെ r സ്ക്വയർ ഉണ്ട്, ഇവിടെ r ഉണ്ട്. മൊത്തം കൂടി രണ്ടും കൂടി എന്താകും? r ക്യൂബ് ആകും. ഇനി ഈ സിഗ്മ എന്ന് പറയുന്ന സമ്മേഷൻ ആർക്കാണ് ആപ്ലിക്കബിൾ? ഇവിടെ ബാക്കിയുള്ളതെല്ലാം കോൺസ്റ്റൻസ് ആണ്. ആ കോൺസ്റ്റൻസിനൊക്കെ പുറത്തെടുക്കാം. DL എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്ത എലമെന്റിന്റെ ലെങ്ത് ആയതുകൊണ്ട് അത് മാത്രമേ ഉള്ളൂ വേരിയബിൾ, ബാക്കി എല്ലാം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ കോൺസ്റ്റൻസിനെ പുറത്തെടുക്കുകയാണ്. അടുത്ത സ്റ്റെപ്പില് μ0/4π I × A by r³ ഇൻറ്റു എന്ത് വന്നു? സിഗ്മ DL. ഈ സിഗ്മ DL ആണ് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പൊ എന്താ വാല്യൂ ഓഫ് സിഗ്മ DL? ഇതാ നോക്കിക്കേ, ഇത് DL, ഇത് DL. ഈ DL ഇങ്ങനെ പോയി ടോട്ടൽ എത്രയാ വരിക? ഈ സർക്കിളിന്റെ സർക്കംഫറൻസ് അല്ലേ വരിക? സർക്കിളിന്റെ സർക്കംഫറൻസിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാം, 2πr ആണ്. പക്ഷെ നമ്മൾ ഇവിടെ റേഡിയസ് ഓഫ് ദ സർക്കിൾ A എടുത്തേക്കുന്നുണ്ട്, അതിന് എന്ത് കൊടുക്കും? 2πa എന്ന് കൊടുക്കണം. അപ്പൊ നമ്മൾ ഇതാ സിഗ്മ DLന് പകരം എന്ത് കൊടുത്തു? 2πa എന്ന് കൊടുത്തു. μ0/4π I × A by a² + x² whole raised to 3/2 into 2πa. ഇനി ഈ എയും ഈ എയും സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? 2πa² എന്ന് എഴുതാം. അപ്പോ ഈ ആർ ഉണ്ടല്ലോ അവിടെ, ഈ ആർ ഒരിടത്തും പ്രോബ്ലത്തിൽ തരില്ല. അപ്പൊ നമ്മൾ ആറിനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തേ പറ്റത്തുള്ളൂ. ആറിന് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? അത് വേണമെങ്കിൽ ഇവിടുന്ന് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യണം. പൈതഗോറസ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? ആറിന് പകരം ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എന്താ? r² = a² + x². അപ്പൊ അതിൽ നിന്ന് ആർ എന്താ? a² + x² whole raised to 1/2. r³ എന്താ? അതിന്റെ ക്യൂബ്. അപ്പൊ എന്ത് വരും? a² + x² whole raised to 3/2. So our final expression is b is equal to μ0/4π 2π I a² by a² + x² whole raised to 3/2. ഇതാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സർക്കുലർ കോയിൽ ക്യാരിയിങ് കറണ്ടിന് ഡിറൈവ് ചെയ്തെടുക്കുന്ന എക്സ്പ്രഷൻ. ഇത്തിരി വലിയ എക്സ്പ്രഷൻ ആണ്, പക്ഷെ ബൈ ഹാർട്ട് ചെയ്യണം. എക്സ്പ്രഷൻ മാത്രം എഴുതാനായിട്ട് ചോദിക്കാറുണ്ട്. ഈ എക്സ്പ്രഷനിൽ ഇത് ഒരു സർക്കുലർ കോയിലിന്റെ ആണല്ലോ. നിരവധി കോയിൽസ് ഉണ്ടെങ്കിൽ, ഒരുപാട് ചുറ്റുകളുള്ള ഒരു കോയിലാണെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് ടേൺസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ ഫീൽഡ് കിട്ടും. അതായത് ഇത് ഒരു സർക്കുലർ കോയിൽ ഉണ്ടാക്കുന്ന ഫീൽഡ് ആണെങ്കിൽ n ടേൺസ് ഉള്ള സർക്കുലർ കോയിൽ എത്ര ഫീൽഡ് ഉണ്ടാക്കും? ഇവിടെ ഒരു n കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ എന്താ എക്സ്പ്രഷൻ? b is equal to μ0/4π 2π ni a² by a² + x² whole raised to 3/2. വേണമെന്നുണ്ടെങ്കിൽ ഈ 2πയും 4πയും കൂടി വെട്ടിയിട്ട് ഉള്ള സിംപ്ലിഫൈഡ് ഇക്വേഷൻ നമുക്ക് ഓർത്തിരിക്കാം. പക്ഷെ നമുക്കറിയാലോ മാഗ്നറ്റിക് ഫീൽഡിൽ ഫുള്ള് നമ്മൾ ഉപയോഗിക്കുന്ന കോൺസ്റ്റന്റ് ആണ് μ0/4π. അപ്പൊ അതുകൊണ്ട് അതിനെ അനക്കാതെ വെച്ചേക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ഏതാ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യാൻ എളുപ്പമെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യാം. ഇത് അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി വെട്ടിയിട്ട് ഇവിടെ 2 വരുന്ന ഇക്വേഷൻ ഓർത്താലും മതി. പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് ഓർത്തിരിക്കുക. സോ ഫൈനൽ ഇക്വേഷൻ വൺസ് അഗെയിൻ, മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സർക്കുലർ കോയിൽ, n ടേൺസ് ഉള്ള സർക്കുലർ കോയിലിന്റെ ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പ്രഷൻ അപ്പൊ എന്താ? b is equal to μ0/4π 2π ni a² by a² + x² whole raised to 3/2. അത് പറഞ്ഞ് തന്നെ കാണാതെ പഠിക്കണം. ഇനി ഇതിന്റെ ഒരു കണ്ടീഷൻ ഉണ്ട്. അറ്റ് ദ സെന്റർ ആണെങ്കിൽ എന്ത് വ്യത്യാസം വരും? ഈ പോയിന്റ് P കിടക്കുന്നത് ഇവിടെ വരികയാണെങ്കിൽ അതും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രോബ്ലത്തിലും ചോദിക്കും, എക്സ്പ്രഷൻ എഴുതാനും ചോദിക്കും. P എന്ന് പറയുന്ന പോയിന്റ് സെന്ററിൽ കിടക്കുകയാണെങ്കിൽ എന്ത് വ്യത്യാസം വരിക? എക്സിന്റെ വാല്യൂ എന്താകും? 0 ആകും. ഇവിടെയാണ് പോയിന്റ് കിടക്കുന്നത്. ഈ പോയിന്റ് ഇങ്ങനെ വന്ന് ഇവിടെ വന്നു. അപ്പൊ എക്സ് പോയില്ലേ? എക്സ് 0 ആയി. എക്സ് 0 ആയാൽ ഇവിടെ എന്ത് മാറ്റം വരുമെന്ന് നോക്കിക്കേ. ഇത് 0 ആയിപ്പോയി. അപ്പൊ പിന്നെ എന്തായി? a² whole raised to 3/2 എന്ന് പറഞ്ഞാൽ എന്താ? a³ അല്ലേ? ഈ a³ ഈ a² കൂടി വെട്ടിപ്പോകില്ലേ? താഴെ എന്തായി മാറും? a മാത്രമാകും. അപ്പൊ എക്സ്പ്രഷൻ എങ്ങനെ വരും? μ0/4π 2π ni a എന്നാകും. μ0/4π
2 pi ni by a. ഇതാണ് സെന്ററിലുള്ള ഫീൽഡിന്റെ എക്സ്പ്രഷൻ കിട്ടുക. സെന്ററിലുള്ള എക്സ്പ്രഷൻ ഞാൻ ഒന്നുകൂടെ എഴുതാം. b is equal to mu 0 by 4 pi 2 pi ni by a. mu 0 by 4 pi 2 pi ni by a എന്നാണ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ 2 പൈയും 4 പൈയും കൂടി നിങ്ങൾക്ക് വെട്ടിയിട്ട് വേണമെങ്കിൽ mu 0 ni by 2a എന്നും ബൈ ഹാർട്ട് ചെയ്യാം. അത് നിങ്ങളുടെ കൺവീനിയൻസ്. പക്ഷെ കറക്റ്റ് ആയിട്ട് വാല്യൂസ് തെറ്റാണ്ട് ഇക്വേഷൻ ഓർത്തിരിക്കുക. ഈ രണ്ട് ഇക്വേഷനും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഡെറിവേഷനും ഇക്വേഷൻ എഴുതാനും റൈറ്റ് ദ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് പ്രോബ്ലത്തിലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു കേസും കൂടി ഞാൻ നോട്ട്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ ഈ ഇപ്പം എക്സ് അല്ലേ നമ്മൾ 0 എന്ന് കൊടുത്തത്, അതിന് പകരം സർക്കുലർ കോയിൽ തീരെ ചെറുതും ചെറിയ റേഡിയസ് ഉള്ള ഒരു സർക്കുലർ കോയിലും ഈ ലൈൻ ഈ ആക്സിസിലൂടെയുള്ള ലൈൻ വളരെ വലുതുമാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വളരെ വലുതായിരിക്കും. എക്സ് ഇസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ എ എന്നൊരു കണ്ടീഷൻ കൊടുത്തിട്ടൊരു വാല്യൂ ഉണ്ട്. അത് കാണിക്കാൻ ഞാൻ ഈ പറഞ്ഞ n ടേൺസ് ഉള്ള ഒരു കോയിലാണ്. ഈ ഡിസ്റ്റൻസ് വളരെ കൂടുതൽ, അതായത് എക്സ് ഇസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ എ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തായി മാറും? എക്സ് വളരെ കൂടുതലാണ്. അപ്പൊ എ വളരെ നിഷ്പ്രഭമായി മാറും. എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നുള്ളത് എന്തായി മാറും? വെറും എക്സ് സ്ക്വയർ ആകും. അത് ഹോൾ റേസ് ടു 3/2 കിടക്കുന്നതുകൊണ്ട് അതെന്താകും? എക്സ് ക്യൂബ് ആകും. അപ്പൊ ഇത് മാറുന്നത് ഇങ്ങനെയാണ്. mu 0 by 4 pi 2 pi ni a by x ക്യൂബ് എന്ന് വരും. ni a സ്ക്വയർ by x ക്യൂബ് എന്ന് വരിക. അപ്പൊ ഞാൻ 2 ni എന്നിട്ട് പൈനെ ഇപ്പുറത്ത് എഴുതണേ. പൈ എ സ്ക്വയർ ബൈ എക്സ് ക്യൂബ്. ഈ പൈ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ആണ്. ഇത് ഏരിയ ഓഫ് ദ കോയിലാണ്. പൈ എ സ്ക്വയർ സർക്കിളിന്റെ ഏരിയ അല്ലേ. അപ്പൊ പൈ എ സ്ക്വയറിന് പകരം ക്യാപിറ്റൽ എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ni a എന്ന് കിട്ടിയില്ലേ. ഈ ni a എന്ന് പറയുന്നത് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയും. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് പഠിച്ചു നോക്കുന്നുണ്ടോ? പി എന്ന ലെറ്റർ കൊണ്ട്. അതേ സ്ഥാനത്ത് ഇവിടെ വരുന്ന ആളാണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. അത് ക്യാപിറ്റൽ ലെറ്റർ എം കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആ എം ആണ് ni a. അത് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ തന്നെ പഠിക്കാനുണ്ട്. അവിടെ വരുന്ന ഒരു സെക്ഷനുമായിട്ട് കോറിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിവിടെ പറയുന്നത്. ഇത് എന്ത് കൊടുക്കും? എം എന്ന് കൊടുക്കും. അപ്പൊ എന്താ കിട്ടാൻ പോണ എക്സ്പ്രഷൻ? mu 0 by 4 pi 2m ni a ക്ക് പകരം m കൊടുക്കും. 2m by x cube. ഈ എക്സ്പ്രഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഓർമ്മ വരേണ്ടതാണ്. നേരത്തെ കഴിഞ്ഞ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ചാപ്റ്ററിൽ പഠിച്ച ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മ വരണം. b is equal to mu 0 by 4 pi 2m by x cube. എക്സ്പ്രഷൻ ഞാൻ പറയട്ടെ. E is equal to 1 by 4 pi epsilon 0 into 2p by r cube. ഓർക്കുന്നുണ്ടോ? നമ്മൾ എന്തിന്റെ പഠിച്ചതാ? ഐഡിയൽ ഡൈപോളിലെ ആക്സിയൽ ലൈനിന്റെ ഇക്വേഷൻ ആയിരുന്നത്. അപ്പൊ നോക്കിക്കേ, അവിടുത്തേതിന്റെ അതേ ഇക്വേഷൻ അല്ലേ ഇവിടെ കിട്ടിയ. അവിടുത്തെ 1 by 4 pi epsilon 0 പകരം mu 0 by 4 pi. അവിടെ 2p എന്ന് വന്നെങ്കിൽ പിക്ക് പകരമുള്ള ഇവിടെ 2m r ക്യൂബ് ഡിസ്റ്റൻസ് ആയിരുന്നു. ഇവിടെ നമ്മൾ ഡിസ്റ്റൻസിന് x എന്ന് എടുത്തോണ്ട് x ക്യൂബ്. ഓക്കെ, അപ്പോ ആ എക്സ്പ്രഷനോട്, അതായത് അവിടെ ഇലക്ട്രിക് ഡൈപോളിന് കിട്ടിയതാണെങ്കിൽ ഇതത് മാഗ്നറ്റിക് ഡൈപോളാണ്. മാഗ്നറ്റിക് ഡൈപോളിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ എക്സ്പ്രഷന് സമാനമായ ഇക്വേഷൻ ആണ് നമുക്കിവിടെ സർക്കുലർ കോയിലും കിട്ടുന്നത്. അതിന്റെ അർത്ഥം വേറെയാണ്. സർക്കുലർ കോയിൽ ഉണ്ടാക്കുന്ന ഫീൽഡും ഒരു ബാർ മാഗ്നറ്റ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മാഗ്നറ്റിക് ഡൈപോൾ ഉണ്ടാക്കുന്ന ഫീൽഡും തുല്യമാണെന്നാണ് അത് കാണിക്കുന്നത്. അത് തുല്യമാണെന്ന് കാണിക്കുന്ന ഡെറിവേഷൻസും ഫിഗേഴ്സും ഒക്കെ ഇനി പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡെറിവേഷൻ. സർക്കുലർ കോയിലിന്റെ ഡെറിവേഷൻ ഇത്രയേ ഉള്ളൂ. ഈ 3 എക്സ്പ്രഷൻസും ഓർക്കുക. ഓക്കെ, താങ്ക് യു.